അപ്പോൾ കാനഡയിൽ വേറൊരു ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പൈലറ്റ് ആവാൻ എത്ര കോസ്റ്റ് വരും എന്ന് ഏകദേശം പറയാൻ പറ്റും? ഒരാൾക്ക് 0 to ATPL, അതായത് ഒരു എയർലൈൻ പൈലറ്റ് ആവാൻ അത്ര ഉള്ള ട്രെയിനിങ് കിട്ടണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു $80,000 to $120,000 Canadian dollars അതിൻ്റെ അടുത്താണ് വരുന്നത്. അതായത് മാക്സിമം ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 83 lakhs അടുത്ത്, 55 lakhs to 83 lakhs INR അടുത്താണ് വരുന്നത്. ബട്ട് പെട്ടെന്ന്, അതായത് ഇതുപോലെ ഫീൽഡ് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരാൾക്ക് സ്ട്രെയിറ്റ് ഔട്ട് ഈ ഫുൾ ക്യാഷ് ഷെൽ ചെയ്യണമെന്നില്ല. അയാൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡുലറായിട്ട് ഓരോ കോഴ്സസ് പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലൈസൻസ് നമുക്ക് വരുന്നത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലെയിനിൽ നമ്മൾ പഠിക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്ലെയിൻ നമുക്ക് പറക്കാം. പക്ഷേ നമുക്ക് കോമ്പൻസേഷൻ വാങ്ങാൻ പറ്റില്ല. ആ ഒരു ലൈസൻസാണ് നമുക്ക് കിട്ടുന്നത്, ഏറ്റവും ബേസിക് ആയിട്ട് ലൈസൻസ്. ആ ഒരു ലൈസൻസ് എടുക്കാൻ $15,000 to $30,000 Canadian dollars അടുത്താണ് വരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ക്യാൻ ഐ മൂവ് ഫോർവേഡ്. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാനുള്ള സ്റ്റെപ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നൈറ്റ് റേറ്റിംഗ്. ബേസിക്കലി സിമ്പിളാണ്. നൈറ്റിൽ എങ്ങനെ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. ആ ഒരു റേറ്റിംഗ് ചെയ്യേണ്ട ഒരു കാശ് എന്ന് പറയുകയാണെങ്കിൽ ഒരു $3,000 to $5,000 അടുത്താണ് അത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, ബട്ട് സ്ട്രിഞ്ചൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ വർക്ക് ഫോർ എ സാലറി. കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് ലൈസൻസ് കിട്ടാനായിട്ട് ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നത് $30,000 to $50,000. അവിടെയാണ് നമ്മുടെ ബൾക്ക് എമൗണ്ട് പോകുന്നത്. പിന്നെ വരുന്ന സ്റ്റേജാണ് മൾട്ടി എഞ്ചിൻ റേറ്റിംഗ്. അതായത് 2 എഞ്ചിൻ അല്ലെങ്കിൽ മോർ ദാൻ 1 എഞ്ചിനുള്ള എയർക്രാഫ്റ്റ് പറക്കാനുള്ള ഒരു റേറ്റിംഗ് ആണത്. ആ ഒരു റേറ്റിങ്ങിനുള്ള കോസ്റ്റ് എന്ന് വരുന്നത് ഇറ്റ് വുഡ് ബി അറൌണ്ട് $7,000 to $10,000. നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടി IFR, അതായത് മൾട്ടി ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്. ബേസിക്കലി ഒന്നുമില്ല, ഈ സെയിം പ്ലെയിൻ നമ്മൾ ക്ലൗഡിൻ്റെ അകത്തുകൂടെ ഫ്ലൈ ചെയ്യാൻ പഠിക്കുകയാണ്. ആ ഒരു ട്രെയിനിങ്ങിന് വരുന്ന ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $7,000 to $15,000. അഗെയിൻ ഇറ്റ് വിൽ ഓൾ ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റുഡൻറ്റ്. അത് കഴിഞ്ഞാൽ വരുന്ന ഫുൾ എക്സാംസ് ആണ് നമുക്ക്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു എക്സാമാണ് IATRA. അത് നമുക്ക് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. പ്രത്യേകിച്ച് കാശ് ചിലവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് ATPL. ഈ ATPL കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അവർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആസ് ഇൻ നമുക്ക് 1,500 hours നമ്മൾ ബിൽഡ് ചെയ്യണം. അതൊക്കെ സൈഡിൽ ബിൽഡായി കൊണ്ടിരിക്കും. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ജോലിയിലായിരിക്കും ഈ ടൈമിലൊക്കെ, ഈ ATPL പെർസ്യൂ ചെയ്യുന്ന ടൈമിലൊക്കെ. അപ്പോൾ ആ ജോലിയിൽ നിന്ന് നമ്മുടെ അവേഴ്സ് ബിൽഡായിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഈ 1,500 hours ആവുന്ന ടൈമിൽ നമ്മൾ 2 exams ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനും അഗെയിൻ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. ജസ്റ്റ് എക്സാം രജിസ്ട്രേഷൻ അത്രയേ ഉള്ളൂ. എക്സാംസ് ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് അവർ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലൈസൻസ്.